എന്താണ് നാഴ്സിസം? നാഴ്സി ആയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു നാഴ്സിയുടെ കൂടെ ജീവിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ജീവിതം തകർന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് വന്ന ഒരു മെസ്സേജിൻ്റെ ഒരു രത്ന ചുരുക്കമാണിത്. നാഴ്സിയായ ഒരാളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചെടുക്കും മുമ്പ് അവർ കടന്നുപോയ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആ വലിയ മെസ്സേജിനകത്ത് അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് നാഴ്സിസം? ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇത് തിരിച്ചറിയാൻ വൈകിക്കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവ വൈകല്യം. ഇവരോട് അടുത്തിടപഴകി ജീവിക്കുന്ന ആളുകളാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇമ്പോർട്ടൻസിൻ്റെ ഒരു ഊതിപ്പെരിപ്പിച്ച രൂപമാണ് ഈ ഒരു വൈകല്യം. ഈ ഒരു വൈകല്യമുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ ശ്രദ്ധയും പ്രശംസയും ഒക്കെ അമിതമായിട്ട് ആഗ്രഹിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും അവർ പോകും, ആരെയൊക്കെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും. കാരണം ദയ, കരുണ, സഹാനുഭൂതി തുടങ്ങിയിട്ടുള്ള ഇമോഷൻസ് ഒന്നും അവരുടെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ പുറം ലോകത്തിൻ്റെ മുന്നിൽ ഇവർ ഭയങ്കര മാന്യന്മാരായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന സവിശേഷ സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാരായിരിക്കും ഇവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ലോകത്തിൻ്റെ മതിപ്പ് കിട്ടുക എന്ന് പറയുന്നതാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത്. തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏത് തരത്തിലും ചൂഷണം ചെയ്യാനും ഈ ആൾക്കാർ മടിക്കില്ല. അതായത് മനസ്സിൽ കുറ്റബോധം എന്ന് പറയുന്ന വികാരം തൊട്ടി തീണ്ടിയിട്ടുണ്ടാവില്ല എന്നർത്ഥം. ചെറിയൊരു വിമർശനങ്ങൾ വന്നാൽ പോലും അത് അവരെ ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തും. അത് മറികടക്കാനായിട്ട് ഏതറ്റം വരെയും അവർ പോകും, അതാരെയൊക്കെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ശരി. നാഴ്സി ആയിട്ടുള്ള ഒരാൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരിക്കലും സ്ഥായി ആയിട്ടുള്ള ഒരു സന്തോഷമോ സമാധാനമോ ആ വീട്ടിലുണ്ടാവില്ല. എപ്പോഴും ഒരു അരോചകാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരിക്കും അവിടെ. പൊതുവെ റിലേഷൻഷിപ്പുകളെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ്. കാരണം ബലിയാടാക്കപ്പെടുന്നത് ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളോടാണെങ്കിൽ പോലും അവരുടെ മൃഗീയ ഭാവം പുറത്തെടുക്കും. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്റ്റേറ്റിലായിരിക്കും അവരപ്പോൾ ആ സമയത്ത്. വേറൊരു കാര്യമുള്ളത്, ഈ ഒരു സ്വഭാവ വൈകല്യമുള്ള ഒരാളുടെ കൂടെ ഒരുപാട് വർഷം ജീവിക്കുന്ന അയാളുടെ പാർട്ട്ണർക്ക് ഈ നാഴ്സിസം പകർന്നു കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും അവർ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു ചുറ്റുപാടിൽ വളർന്നു വരുന്നതുകൊണ്ട് തന്നെ നാഴ്സിസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ഒരു വൈകല്യമുള്ള ആളുകൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പല ദുശീലങ്ങളിലും അഭയം തേടുന്നതായിട്ട് കാണാം. ചിലർ മദ്യത്തിൽ അഭയം പ്രാപിക്കും, മറ്റു ചിലർ അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി കാണിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ ഒരു തരത്തിൽ തങ്ങൾക്കുള്ള വൈകല്യത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണെന്ന് മാത്രം. പണം സമ്പാദിക്കുന്നതിലോ അത് ചെലവഴിക്കുന്നതിലോ അവർക്ക് യാതൊരു വൈമുഖ്യവും ഉണ്ടാവില്ല. കാരണം അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് ഇമ്പോർട്ടൻസും മറ്റുള്ളവരുടെ പ്രീതി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നതുമാണ്. ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെയൊക്കെ തന്നേക്കാൾ ചെറുതായിട്ടാണ് അവർ കാണാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ വാക്കുകൾക്കോ വില കൊടുക്കാനായിട്ട് അവരുടെ മനസ്സൊരിക്കലും സമ്മതിക്കില്ല. സ്നേഹമെന്നത് വാക്കുകളിൽ മാത്രമായിട്ട് ചുരുങ്ങും. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കൊരിക്കലും അറിയുന്നുണ്ടാവില്ല. നാഴ്സിസം ബാധിച്ച ഒരാളെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? ഗൂഗിൾ പറയുന്നത് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ചികിത്സിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു വൈകല്യമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കി അയാളൊരു ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. പക്ഷേ ഭൂരിഭാഗം വരുന്ന നാഴ്സികളും അതിന് തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരുടെ കോൺഷ്യസ് മൈൻഡ് അതിനൊരിക്കലും സമ്മതിക്കില്ല. കാരണം വർഷങ്ങളായിട്ട് അവർ ഫോളോ ചെയ്തു പോകുന്ന കുറേ റൂട്ടീൻസ് ഉണ്ട്, കുറേ ചിന്താഗതികളുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കാനോ അതിൽ നിന്ന് വ്യതിചലിക്കാനോ അവരുടെ മനസ്സ് അവർക്കൊരിക്കലും സമ്മതം കൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാക്സിമം അകലം പാലിച്ചിട്ട് സ്വന്തം ജീവിതം കയ്യിലെടുത്തിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇനി അതല്ല, അങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചേ മതിയാവൂ, എനിക്ക് മനസ്സുകൊണ്ട് അയാളെ വിട്ടുപോരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം, അവരെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക. അല്ലെങ്കിൽ അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പകരം നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. അവരുടെ റൂട്ടീൻസിനനുസരിച്ചിട്ട്, അവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ട് നമ്മുടെ ജീവിത രീതിയെ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, താൻ സ്വയം ഒരു നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈകല്യം ബാധിച്ച ആളുകൾ പലതരത്തിൽ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത്തരത്തിലുള്ള ഇമോഷണൽ ട്രാപ്പുകളിൽ വീഴാനായിട്ട് നിന്നു കൊടുക്കാതിരിക്കുക. അതായത് നമ്മുടെ മാനസിക ക്ഷേമത്തിന് മുൻഗണന കൊടുക്കുക. അയാൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ചിന്ത മാറ്റിയിട്ട് സെൽഫ് ലവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നയാൾക്ക് കൂടി നമുക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ.
മൂന്നാമത്തെ കാര്യം, ഈ ഒരു വൈകല്യം ബാധിച്ച ആളുകൾ പല സമയത്ത് പലതരത്തിൽ പെരുമാറുന്നതായിട്ട് കാണാം. ചില സമയത്ത് ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാൾ പൊടുന്നനെ അവരുടെ ഭാവം മാറ്റിയിട്ട് ദേഷ്യത്തിൻ്റെ പല രൂപങ്ങൾ കാണിക്കുന്നതായിട്ട് കാണാം. ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണാം. പലതും എറിഞ്ഞുടക്കുന്നതായിട്ട് കാണാം. മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ആ സമയത്തൊക്കെ അവരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളൊരു അപാരമായിട്ടുള്ള കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു പെരുമാറ്റം ഒരിക്കലും കോൺഫിഡൻസിൽ നിന്നുണ്ടായിട്ടുള്ളതല്ല. പകരം അവർക്കുണ്ടായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതാണ്. നമ്മൾ കൂടുതലായിട്ട് അവരോട് അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ഏതും വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ ഈ തരത്തിലുള്ള കൂടുതലായിട്ടുള്ള ടോക്സിക് മനോഭാവങ്ങൾ കാണിക്കുന്നതായിട്ട് കാണാം. ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമുക്ക് എത്ര അടുത്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് എത്ര അടുപ്പം സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിലും വിഷലിപ്തമായിട്ടുള്ളൊരു ജീവിതമാണ് നമുക്ക് സമ്മാനിക്കുക എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് ഒറ്റയ്ക്ക് കുട്ടികളാക്കിയിട്ട് പുറത്തു പോവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ മനോചിന്തകളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറക്കരുത്, ചികിത്സ വേണ്ടത് ഒരിക്കലും ഈ ഒരു മനോവൈകല്യമുള്ള ആൾക്കാർക്കല്ല, മറിച്ച് അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കാണ്. അവർ ആ മെസ്സേജ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സൊസൈറ്റിയുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കാതെ എസ്കേപ്പ് ഓർ റൺ അവേ ഫ്രം NPD പാർട്ട്ണർ. Especially in India, no one can never escape from toxic relationship if you are expecting social approval. People are ready to light candles after you are gone, but will not let you escape. After 12 years of sufferings, it is very hard to explain how much I had been endured or suffered. Now I got divorced. No more issues. Always happy with my kids and enjoying life with them.